ഹലോ മച്ചാരെ, അപ്പം നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട് കുറേ കൊല്ലങ്ങൾക്ക് ശേഷം നിങ്ങളെ വീണ്ടും വെറുപ്പിക്കാൻ. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി പറഞ്ഞാൽ റോബറി ബോബണൈസ്. ഇങ്ങനെ ഓരോരോ സ്വർണ്ണം മണ്ടി ഈ 3 സാധനം ഫുള്ളാക്കണം. കണ്ടില്ലേ ഈ പോലീസുകാരനെയും ടൈമറൊക്കെ. പിന്നെ അതേപോലെ എല്ലാ കളി അതേപോലെ 3 ഫുള്ളാക്കണം എന്നാണ് എൻ്റെ ലക്ഷ്യം. അങ്ങനെ വെച്ച് തുടങ്ങിയതാണ് കളി. അപ്പം നമ്മൾ നേരെ ചെന്ന് എല്ലാ സാധനവും എടുത്ത് എല്ലായിടത്തും രക്ഷപ്പെട്ട് തുടങ്ങി. ഇവിടെ ഒരു മനുഷ്യനും ഇല്ല, ഒരു പോലീസുകാരൻ പോലും ഇല്ല. എന്തിനാണ് ആ കൊടുക്കുന്നത്? ഞാൻ കക്കാൻ വന്നത് ഒരാളുടെ ഞാൻ കക്കുള്ളൂ. പിന്നെ എൻ്റെ ഒപ്പം ഒരു മണ്ടൻ പത്രോസ് ഉണ്ട്, എൻ്റെ ഒപ്പം പിന്നെ റോസുപ്പായം. ഇവിടെ അമ്മൂമ്മയുണ്ട്, അമ്മൂമ്മ കൂടെ വലിയ ഇടങ്ങാറാണ്. അത് ഒരു ഓടക്കോലെടുത്ത് വരും തല്ലാനായിട്ട്. അപ്പോൾ അത് തിരിച്ചു വരണ വരെ ഞാൻ നിന്നു ടൈമിൽ. എൻ്റെ ബാത്റൂമിൽ കയറിയാൽ തുറന്നു കൊടുത്ത് ഞാൻ നേരെ എണീച്ച് വണ്ടി അടുത്ത റൗണ്ടെത്തി. എനിക്ക് അതൊക്കെ നല്ല സിമ്പിൾ റൗണ്ടായിരുന്നു. കാര്യം ഫുള്ള് മണ്ടന്മാരെ വെച്ചിട്ടുണ്ട്. ഇവിടെ അമ്മൂമ്മ തന്നെയാണ് കേസ്. അമ്മൂമ്മ കുറച്ച് സീനാണ്, കുറച്ച് ഡേഞ്ചർ അമ്മൂമ്മയാണ്. അമ്മൂമ്മക്ക് എന്തെങ്കിലും കിട്ടിയാൽ എടുത്തടിക്കും. ഞാൻ എന്തായാലും ആ കളിയും ജയിച്ചു. അപ്പോൾ ഈ കളി എന്താ വെച്ചാൽ സൈലൻ്റായി പോകാനാണ് ഇവർ പറയുന്നത്. അങ്ങനെ ഇവർ പറയണമെന്ന് വെച്ചാൽ സൈലൻ്റായി പോകാനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഓല് പറഞ്ഞാൽ സൈലൻ്റായി പോയി എന്താ ഇവിടെ കാണുന്ന സ്വർണ്ണം എടുത്ത് ഷീട്ട് സ്വർണ്ണം എടുത്ത് അവിടെ എല്ലായിടത്തും ഞാൻ വണ്ടി അവിടെ. അപ്പോൾ അടുത്ത കളി തുടങ്ങി. ഇങ്ങനത്തെ കളിയാണ് നമുക്ക് കണ്ടത്. ഇത് കുറച്ച് റിസ്ക്കായി തോന്നുന്നുണ്ട് കാണുന്നവർക്കും. ബിക്കോസ് ഒരുത്ത അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുക, അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കക്കണം. ഇതാണ് ഇൻട്രസ്റ്റിങ് കക്കൽ എന്ന് പറയുന്നത്. എനിക്ക് ഇങ്ങനത്തെ താല്പര്യം കേസ്. അപ്പോൾ നമ്മൾ നേരെ വണ്ടി സാധനങ്ങളൊക്കെ എടുത്ത് നേരെ വണ്ടി അവിടെ നിന്ന് എല്ലായിടത്ത് അവിടെ റെസ്റ്റോറൻറ്റ് എടുത്ത് ഒരു സമയത്ത് വണ്ടി തള്ളാനൊക്കെ വെറുതെ അവിടെ വെച്ചിരിക്കണം കേസ്. പിന്നെ നോക്കാൻ വെച്ചിരിക്കണം. ഇപ്പോൾ പോലീസുകാരാണല്ലോ. നേരെ പോയി ആ പെട്ടിക്കുള്ളിൽ ഒളിച്ച് അവൻ തിരിഞ്ഞിറങ്ങുന്ന നേരം കൊണ്ട് ഞാൻ ആ സ്വർണ്ണം കൊടുത്ത് നേരെ അവൻ്റെ പിന്നാലെ തന്നെ ഓടി. സാധനം അവിടെ കയറുമ്പോഴത്തേക്ക് ഇവിടെ ഓടി രക്ഷപ്പെടാം. നൈസ് അടുത്ത റൗണ്ട് തുടങ്ങി. അതിൽ നേരെ ചെന്ന് എല്ലാ സ്വർണ്ണങ്ങളും ഞാൻ കൈപ്പറ്റി. ഇവിടെയുള്ള സ്വർണ്ണമൊക്കെ എടുത്ത് ഞാൻ ഈ ഡോറിൻ്റെ അവിടെ ഒളിച്ച്. കാരണം ഇയാൾ ഡയറക്റ്റല്ലേ പോകുള്ളൂ, നമ്മളെ കാണുന്നില്ലല്ലോ. ഞാൻ അവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ അവിടെ പോയപ്പോൾ ആൾ വാതിലേക്ക് ചെയ്യാം. അപ്പോൾ അപ്പുറത്തെ വാതിൽ പോയി. അപ്പം ഞാൻ ആ വാതിലിൻ്റെ ബാക്ക് പോയി. അങ്ങനെ ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ട് ആ റൗണ്ട് കഴിഞ്ഞു. പിന്നെ അടുത്ത റൗണ്ട് എല്ലാ റൗണ്ടിലേക്ക് 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പോലീസുകാരനും കണ്ടില്ല, ഒരു ആളും കണ്ടില്ല. അവിടെ പോയി ആ പേസ് എടുത്ത് നേരെ പോയി ആ വാതിലടിച്ചപ്പോൾ തന്നെ അയാൾ എന്നെ കണ്ട്. പിന്നെ കണ്ടില്ല, ആ ഡോർ തുറന്നിട്ടുണ്ട്. അപ്പോൾ ആ ഡോർ തുറന്നിട്ട് ശരി അയ്മ കിടക്കട്ടെ എന്ന് നോക്കിയപ്പോൾ ഈ മുത്തശ്ശിയാണെങ്കിൽ അങ്ങോട്ടും കൊണ്ട് നടക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ആ സ്വർണ്ണം എടുത്ത് നേരെ മുത്തശ്ശി ഇറങ്ങുമ്പോൾ പോയപ്പോൾ ഇത് സ്വിച്ച് നീങ്ങിയില്ല. അപ്പോൾ മുത്തശ്ശി തിരിഞ്ഞ് നടന്ന നേരം കൊണ്ട് ഞാൻ അവിടുന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് നേരെ വണ്ടി. അപ്പോൾ ഒരു സ്വർണ്ണത്തിന് മിസ് ചെയ്യും. അപ്പോൾ അത് ആ ബാത്റൂമിലുണ്ടെന്നതും കിട്ടി. ഞാൻ ആ വാതിൽ തുറന്നിട്ട് ഈ വാതിലിനുള്ളിൽ കൂടി ഞാൻ പുറത്തേടി ഇതിൽ എസ്കേപ്പായി കേസ്. അങ്ങനെ അടുത്ത റൗണ്ട് തുടങ്ങി. ഇത്ര സിമ്പിൾ റൗണ്ടുകളാണ് ഇതിലുള്ളത്. ഇനി ഇത്ര സിമ്പിളിക്ക് വേണ്ട, കുറച്ച് ടഫുള്ള എനിക്ക് കയറ്റണമെന്നുണ്ട്. അപ്പം പിന്നെ അടുത്ത് നമ്മൾ ആദ്യം ട്രൈ ചെയ്യുന്നതാണ് കേസ്. ഇതിനെ കുറച്ച് ലൈക്കും വ്യൂസും കയറി നമ്മൾ ആ വീഡിയോ ട്രൈ ചെയ്യുന്നതാണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇടണമെന്നുണ്ട്. അങ്ങനെ നമ്മൾ അടുത്ത റൗണ്ട് എത്തി. ഇതെന്ന് പറഞ്ഞാൽ ഇയാൾ കുറച്ച് സീനാണ്. ഈ മുടിയാൻ ലൈ ചങ്ങായി. ഞാൻ അവിടെ വാതിൽ വന്നിട്ട് ഈ വാതിൽ കൂടി രക്ഷപ്പെടാൻ വെച്ച് നേരെ ഓടി അവിടെ നിന്നൊക്കെ സ്വർണ്ണത് നേരെ തിരിഞ്ഞ് ഇവിടെ വയ്ക്കിയപ്പോൾ ഇവിടെ അയക്കണം ആ പോലീസുകാരൻ. ഇയാൾ നല്ല സീനാട്ടോ, നീല പോലീസുകാരൻ. ഇയാളെ ഒരു അടിക്കുള്ളൂ ഞാനൊക്കെ. ക്യാരക്ടർ ഈ പുള്ളിക്കാരൻ വന്ന് അങ്ങോട്ട് തന്നെ പോകണം. ഈ നീല ദിവസത്തെ ഈ മണ്ടൻ ഇയാൾ മെലിഞ്ഞിട്ടാണ്, പക്ഷേ ഇയാൾ അടിക്കും. അങ്ങനെ അയാൾ തിരിഞ്ഞ നേരം കൊണ്ട് ഞാൻ ഓടി വെച്ചിട്ട്. അപ്പോൾ അടുത്ത റൗണ്ട് ഓടിയാൽ ഇപ്പോൾ നമ്മൾ നേരെ വണ്ടി ആ സ്വർണ്ണങ്ങളൊക്കെ എടുത്ത് ഇവിടെ നോക്കിയപ്പോൾ ഞാൻ പെട്ട് കേസ്. ഒരു നായിനെ അവിടെ കൊടുത്ത് കയറ്റിട്ട് ഇതാണ് ഈ കുറേയോട് ഞാൻ ആ വാതിൽ ക്ലോസ് ചെയ്ത്. അപ്പോൾ ഓൻ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങുകയും ചെയ്ത്. എൻ്റെ ഹാർട്ടൊക്കെ ബ്രേക്കായി. എൻ്റെ കൈയ്യട്ടി അവിടെ ഇതും വീണു, ഡോണറ്റ് പീസ് വീണു. അത് ആ നായനെ കൊണ്ട് കഴിപ്പിക്കാൻ വേണ്ടി ഞാൻ പരമാവധി നോക്കി. ശരി കഴിക്കണ പോയി. അപ്പോൾ അതിൽ വെച്ചപ്പോൾ അത് എന്നോട് പിണങ്ങി. ശരിമാരെ അവിടെ കടന്ന് കുരക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ
ഈ റൂമിൽ കൂടി കയറി ഈ സാധനങ്ങളൊക്കെ എടുത്ത് എല്ലാ സാധനങ്ങളും എടുത്ത് ഇത് പോകാൻ നോക്കിയപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ അടുത്ത റൗണ്ടിലും അടുത്ത നായ ഈ നായ്ക്കളോടൊക്കെ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്. ഇവിടെ നോക്കിയപ്പോൾ മുത്തശ്ശീൻ്റെ കണ്ണ് പടർന്നു നോക്കി. മുത്തശ്ശി ഓടക്കോയിലെടുത്ത് തന്നെ അടിക്കും. ഓടക്കോയിൽ എന്തൊരു കോയിലുണ്ട് എനിക്ക് തോന്നുന്നു മറ്റേതുണ്ടല്ലോ ചപ്പാത്തി ഉണ്ടാക്കണ യൂസ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ ആ ഒരു കോലാണ് തോന്നുന്നത്. പിന്നെ ഈ മുത്തശ്ശി ഒരു മണ്ട മുത്തശ്ശിയാണ്. ബിക്കോസ് ഈ മുത്തശ്ശി വാതിൽ തുറന്നിട്ട ഈ മുത്തശ്ശി പറഞ്ഞാൽ വാതിൽ തുറന്നിട്ടാലും ഒരു സീനും ഇല്ല. കാര്യം മറ്റുള്ളവരൊക്കെ വാതിൽ തുറന്നിട്ട് കണ്ടാൽ നേരെ കയറും അതിൻ്റെ ഉള്ളിൽ അവിടെ ചെക്ക് ചെയ്യാനേ. ഈ മുത്തശ്ശിക്ക് ആ ഒരു സീനൊന്നുമില്ല. ഈ മുത്തശ്ശി ഈ ചങ്ങായി നോക്കൂട്ടോ, വേറെ ചങ്ങായിണ്ട് ഇവൻ്റെ അതേ തടിയുള്ള പക്ഷെ വേറെ ഒരുത്തൻ അവനും നോക്കും. അങ്ങനെ നെയ്സിൽ നമ്മളവിടെ നിന്ന് മുങ്ങി. അങ്ങനെ ഇവിടെ വന്ന് ഈ സാധനങ്ങളൊക്കെ എടുത്ത് നേരെ ഇയാളെ ബാക്കൂടി ഓടെ വെച്ച് ഇയാളെ ബാക്കൂടി ഓടി അവൾ ഒളിച്ച് കള സാധനം കണ്ടു. അതിൽ കയറി ഒളിച്ചും ചെയ്തു. നേരെ കയറി അവിടെയുള്ള എല്ലാ സാധനവും ഞാൻ പൊറുക്കി കൂട്ടിയിട്ട് ചാക്കിലാക്കി. ഞാൻ സംശയിക്കട്ടെ, ഇവൻ്റെ കയ്യിൽ ചാക്കൂല് തേങ്ങില്ല, എന്തിനാണോ വെക്കുന്നതാവോ? ഓക്കെ, എവിടെയാണ് ഇതൊക്കെ സ്റ്റോർ ചെയ്യണാവോ? അറിയാൻ പാടില്ല. പിന്നെ ഗെയിമല്ലേ, ഗെയിമിൻ്റെ ഇതായി എടുക്കണ്ടേ. ഓ ജസ്റ്റ് മിസ്സിനാണ് വേണ്ടത് രക്ഷപ്പെട്ട്. ഇവിടെ ഒന്നെങ്കിൽ ഇവിടെയും പെട്ട അവസ്ഥ. രണ്ട് മണ്ടന്മാർ ഒരുമിച്ച് കിടക്കണത്. ഞാൻ അതുകൊണ്ട് രക്ഷപ്പെട്ടു. ലാസ്റ്റ് ഇൻ്റെ ഒപ്പം ഉണ്ടായിരുന്നില്ല പോയത് ഇന്നെ കക്കാൻ പഠിക്കുന്നു. ഓൻ്റെ വീട്ടിലെത്തിയ കേസ് ഞാൻ. അങ്ങനെ ഓനെ പറഞ്ഞു അവിടുന്ന് ട്രാൻസ്ലേറ്റ് ആവണ സാധനമില്ലേ റൗണ്ട്, അതിൽ ഓനെ പറപ്പിച്ചു ഞാൻ. എന്നിട്ട് ഓൻ്റെ കൂടെ ഞാൻ കക്കുകയാണ് ഇപ്പോൾ. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട്. ഇതിൽ മെയിൻ സാധനം പറഞ്ഞാൽ ഫോണാണ്. ഫോൺ അടിച്ച് പറ്റുമ്പോൾ പോലീസുകാർക്ക് കോൾ വരും. അപ്പോൾ ഒരു എടുത്ത് വരുമ്പോൾ തന്നെ എനിക്ക് വളരെ രക്ഷപ്പെടും. അങ്ങനെ ഈ റൗണ്ട് മൊത്തം ഞാൻ കംപ്ലീറ്റ് ചെയ്യ കേസ്. വളരെ ഈസിയായി. അപ്പോൾ അടുത്ത റൗണ്ടുമായി അടുത്ത വീഡിയോയിൽ കാണാം കേസ്. ബൈ ബൈ.